ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഇതാ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല ഹെൽത്തി ആയിട്ടും നല്ല സിമ്പിളായിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതാ ഒരു പാത്രത്തിലേക്ക് 2 പീസ് വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് വെച്ചിട്ട് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 നല്ല വലിപ്പമുള്ള പീസ് തന്നെ വെല്ലം ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു വലിപ്പമുള്ളൊരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു പഴം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് കട്ട് ചെയ്യേണ്ട, അത്യാവശ്യം ചെറുതായിട്ടൊരു തടിയൊക്കെ ഉള്ള രീതിക്ക് വേണം നമ്മൾ ഈ ഒരു പഴം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു വലുപ്പത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. ഗീ ഒന്ന് ചൂടായിട്ട് വന്നാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് നമുക്ക് ഈ റെസിപ്പിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാർത്തിട്ട് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം ഇതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഇതിനായിട്ട് എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് തന്നെ കേട്ടോ നമ്മൾ ഈ ഒരു പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഉള്ള വെള്ളം എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പം നമ്മളിത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതാ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു പഴം ഒന്ന് കുക്കായിട്ട് വരണം. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗത്തുനിന്നും ആക്കി വെച്ചിട്ട് അതിനെ ഒന്ന് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ പായൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതാ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരിവാട്ടോ നമുക്ക് ആയിട്ട് കിട്ടേണ്ടത്. അപ്പം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് എല്ലാ പഴത്തിൻ്റെ പീസും ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കാനേ പാടില്ല. നമുക്കിത് കഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസായിട്ട് കടിക്കാൻ കിട്ടണം കേട്ടോ നമ്മൾ ഈ ഒരു പഴം. അതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം, ഒരുപാട് ആറിക്കിട്ടേണ്ടതില്ല, ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂണും തേങ്ങ ചേർക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇത് കട്ടയൊന്നും കെട്ടാതെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഈ ഒരു സമയത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ആദ്യം ഇതിലേക്ക് പൊടി ഇടുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറഞ്ഞ പോലെയൊക്കെ തോന്നുവേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കട്ടയൊന്നും കെട്ടാതെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. പൊടിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ലഞ്ച് ബോക്സിൽ ചെയ്യാം. ഇനി സ്ക്വയർ ടൈപ്പിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്താലും മതിയേ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അണ്ടിപ്പരിപ്പ് ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് നിർബന്ധമേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ആ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഷേപ്പാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് നമ്മൾ ഇഡ്ഡലി ചെമ്പ് എടുക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്താൽ മതിയേ. അപ്പം നമ്മളിതാ ഇതുപോലെ നല്ല സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങ് വെള്ളം വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് അതങ്ങ് ചൂടായിട്ട് വന്നാൽ നമ്മളിത് റെഡിയാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതിയല്ലോ ഇതുപോലെ. ഇനി ഒരു 10 മിനിറ്റ് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റും കൂടി മതി നമ്മളിത് അടിപൊളിയായിട്ട് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടൊന്ന് ആറിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പി കിട്ടിയാൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കാമല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.